ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജിന്തയതി യാം സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വചോഭിർവാഗ്ദേവി വദനകമലാമോദ മധുരൈ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 17. സ്ഫടികം പോലെ തെളിഞ്ഞ് പരിശുദ്ധമായ വശിന്യാദി മുതലായ പരിവാര ദേവകളോടൊപ്പം ദേവ്യുപാസന നടത്തുന്നവർ ഉത്തമ കാവ്യങ്ങൾ രചിക്കുന്നതിന് സമർത്ഥരായി ഭവിക്കുന്നു. നല്ല ഭാവനാചാതുര്യവും വാക്സിദ്ധിയും അർദ്ധപുഷ്ടിയുമുള്ള പദഘടനയും അവർക്ക് കൈവരുന്നു. കാളിദാസ കവിയുടെ കഥ തന്നെ നമുക്കറിയാമല്ലോ. വശിന്യാദ്യാഭി എന്ന ആദി ശബ്ദം കൊണ്ട് വശിനി മുതൽ കൗളിനി വരെ 8 വാഗ്ദേവതകളെയും വിദ്യായോഗിനി മുതൽ ലക്ഷ്മി യോഗിനി വരെ 12 യോഗിനികളെയും ഗന്ധാദി 4 ആകർഷണികളെയും ഗ്രഹിച്ചു കൊള്ളേണ്ടതാകുന്നു. വശിന്യാദികൾ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗളിനി ഇവരാണ്. വിദ്യാദി യോഗിനികൾ വിദ്യായോഗിനി, രേചകായോഗിനി, നേചികായോഗിനി, അമൃതായോഗിനി, ദീപികായോഗിനി, ജ്ഞാനയോഗിനി, ആപ്യായയോഗിനി, വ്യാപിനി യോഗിനി, മേധായോഗിനി, വ്യോമരൂപായോഗിനി, സിദ്ധരൂപായോഗിനി, ലക്ഷ്മീ യോഗിനി ഇവരാകുന്നു. ഈ 12 യോഗിനികളോടുകൂടി വശിന്യാദി 8 വാഗ്ദേവതകളെയും ചേർക്കുമ്പോൾ 20 കലകളായി ഭവിക്കുന്നു. ഈ 20 കലകളും ശുദ്ധ സ്ഫടിക സംഘാശകങ്ങളാണ്. ഇവരെ ദശാര യുഗ്മ കോണങ്ങളിൽ ധ്യാനിക്കുന്നവർ മഹാകവികളായി ഭവിക്കും. അമ്മേ സരസ്വതീ ദേവി, അവിടുത്തെ കൃപാകടാക്ഷം ഞങ്ങളിൽ പതിയണമേ. അങ്ങയെ നമസ്കരിക്കുന്നു. സർവം ജഗദംബാർപ്പണമസ്തു.